മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ തീപ്പൊരി വീണിരിക്കുകയാണ്. ഒരു വശത്ത് ലോകത്തിലെ സൈനിക ശക്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മറ്റൊരു വശത്ത് ഇന്ന് ആണവ കരാറുകളുമായി പേരുകേട്ട ഇറാൻ, ഇതിനിടയിൽ ഒരു പ്രധാനിയായി ഇസ്രായേലും. ലോകരാഷ്ട്രീയത്തിൽ ചില സംഘർഷങ്ങൾ ഒരിക്കലും പൂർണ്ണമായി അവസാനിക്കാറില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നവും അത്തരത്തിലൊന്നാണ്. അതിലിന്ന് ഒരു നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ് ഇസ്രായേലും. ഇത് ഒരു ഒറ്റ സംഭവത്തിന്റെ ഫലമായി ഉള്ളതല്ല, പതിറ്റാണ്ടുകളായി വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഏകദേശം 11,000 കിലോമീറ്ററിന് മുകളിലുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനുമായുള്ള ദൂരം. പക്ഷേ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഇറാന് ചുറ്റുമായി മിഡിൽ ഈസ്റ്റിലെ മറ്റു പല രാജ്യങ്ങളിലുമായി സൈനിക താവളങ്ങൾ ഏറെയുണ്ട് യുഎസിന്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ബഹ്റിനിലുള്ള നാവിക കേന്ദ്രം, ഖത്തറിലുള്ള എയർബേസ്, കുവൈറ്റിലും സൗദി അറേബ്യയിലും UAEയിലും ജോർദാനിലും പിന്നെ ഇറാഖിലുമായുള്ള വിവിധ സൈനിക കേന്ദ്രങ്ങൾ. ഇന്ന് നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെയെല്ലാം അടിസ്ഥാനം ആരംഭിച്ചത് 1953 അന്നത്തെ ഇറാനിലെ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസദേഖ് രാജ്യത്തിന്റെ എണ്ണ വ്യവസായത്തെ ദേശീയവൽക്കരിച്ചു. അതായത് അന്നുവരെയും ബ്രിട്ടീഷ് കമ്പനിയായ ബ്രിട്ടീഷ് പെട്രോളിയം നിയന്ത്രിച്ചിരുന്ന എണ്ണ വ്യവസായത്തെ പൂർണ്ണമായും ഇറാൻ എന്ന രാജ്യത്തിനു കീഴിലേക്ക് കൊണ്ടുവന്നു. ഈ നടപടി ഇറാന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വലിയൊരു നേട്ടമുണ്ടാക്കിയെങ്കിലും ബ്രിട്ടനെയും അമേരിക്കയെയും ചൊടിപ്പിച്ചു. അതേ തുടർന്ന് CIA പിന്തുണയോടെ ഭരണത്തിൽ നിന്നും മൊസദേക്കിനെ പുറത്താക്കി അമേരിക്ക പിന്തുണച്ച ഷാ ഭരണം നിലവിൽ വന്നു. ശേഷം 25 വർഷങ്ങളോളം ഇറാൻ ഷാ ഭരണത്തിന്റെ കീഴിലായിരുന്നു. പിന്നെ 1979 നടന്ന ഇറാനിയൻ റവല്യൂഷനാണ് മിഡിൽ ഈസ്റ്റ് ചരിത്രം തന്നെ മാറ്റുന്നത്. അതേ തുടർന്ന് ഷാ ഭരണത്തെ പുറത്താക്കി ഇസ്ലാമിക് റിപ്പബ്ലിക് രൂപം കൊണ്ടു. അതിനുശേഷം നടന്ന വലിയൊരു സംഭവമായിരുന്നു ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസ് അഥവാ ഇറാൻ ബന്ദി പ്രതിസന്ധി. 1979 നവംബർ 4 ഇമാമിന്റെ വഴിയിലെ വിദ്യാർത്ഥികൾ എന്ന് സ്വയം വിളിച്ച ഒരു സംഘം ടെഹ്റാനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസി കെട്ടിടത്തിലേക്ക് കടന്നുകയറി. അവർ 66 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. ആദ്യം അത് ഒരു പ്രതിഷേധ പ്രകടനം മാത്രമായിരുന്നു. പക്ഷേ ഇറാനിലെ പുതിയ ഭരണകൂടം അതിന് തുറന്ന പിന്തുണ നൽകിയതോടെ സംഭവം അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറി. ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോയ ഷായെ ഇറാനിലേക്ക് തിരിച്ചയക്കുക, 1953 മുതലുണ്ടായ അമേരിക്കൻ ഇടപെടലുകൾക്കെല്ലാം ഔദ്യോഗികമായി മാപ്പ് പറയുക, ഇറാന്റെ സമ്പത്ത് തിരികെ നൽകുക എന്നിവയായിരുന്നു അവർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ കടുത്ത നടപടികളായിരുന്നു ഇതിനെതിരെ എടുത്തത്. ഇറാന്റെ അമേരിക്കയിലെ ബാങ്ക് സ്വത്തുക്കൾ മരവിപ്പിച്ചു, സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുവാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. പിന്നീട് 1981 അൾജീരിയയുടെ മധ്യസ്ഥതയിൽ ഒരു കരാർ ഉണ്ടായതിന്റെ ഫലമായാണ് ഈ പ്രതിസന്ധി അവസാനിച്ചത്. ആ കരാർ അനുസരിച്ച് അമേരിക്ക മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുനൽകി, ഇറാൻ ബന്ദികളെല്ലാം മോചിപ്പിച്ചു. 2 രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള നയതന്ത്ര ബന്ധം അതോടെ വിച്ഛേദിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇറാൻ ബന്ധം തകർന്നു. ഇനി എടുത്തു പറയേണ്ടതാണ് ഇറാന്റെ ആണവ പ്രശ്നം. അതിന്റെ ഭാഗമായി വരുന്നതാണ് യുറേനിയം എൻറിച്ച്മെന്റ് അഥവാ യുറേനിയം സമ്പുഷ്ടീകരണം. ആണവ ബോംബുണ്ടാക്കാൻ വേണ്ട പ്രധാന ഘടകമാണ് യുറേനിയം 235. സാധാരണ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന യുറേനിയത്തിൽ 235 വളരെ ചെറിയ ശതമാനമേ ഉണ്ടാകൂ, ഏകദേശം 0.7%. അതിനെ 3 to 5% ആക്കിയാൽ മാത്രമേ ന്യൂക്ലിയർ പവർ പ്ലാന്റ് വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആണവായുധം ഉണ്ടാക്കണമെങ്കിൽ 90% മുകളിൽ 235 ശതമാനം വേണം. ഇങ്ങനെ യുറേനിയം 235 ശതമാനം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സമ്പുഷ്ടീകരണം. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള പ്രധാന സംശയങ്ങൾ ഇവയാണ്. അവർ എൻറിച്ച്മെന്റ് എത്ര ശതമാനം വരെ നടത്തുന്നു? അത് എനർജി ആവശ്യത്തിന് തന്നെയാണോ, അല്ലെങ്കിൽ വെപ്പൺ കേപ്പബിലിറ്റി ഉണ്ടാക്കാനാണോ? ഇതിൽ ഇറാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വൈദ്യുതി ആവശ്യങ്ങൾക്കായി ന്യൂക്ലിയർ എനർജി വേണം, ആണവായുധം വികസിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല, അഥവാ ഞങ്ങൾ നിയമപരമായി അനുവദിച്ച പരിധിക്കുള്ളിൽ ആണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇസ്രായേലിനെ കുറിച്ച് പറയാം. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഈ സംഘർഷത്തിൽ ഭാഗമായത്? കാരണം ഇറാൻ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല.
അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്. മാത്രമല്ല, ഇറാൻ പിന്തുണക്കുന്ന സായുധ സംഘങ്ങളായ ഹിസ്ബുള്ള, ഹമാസ് ഇവർക്കെതിരായി ഇസ്രായേൽ നിരന്തരം സൈനിക നടപടി നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആണവായുധം വികസിപ്പിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് എന്നേക്കുമായ ഒരു ഭീഷണിയാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനി എന്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഇറാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല? ഇറാൻ 60% വരെ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിയതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവകാശപ്പെടുന്നു. അതിൽ നിന്നും 90% വരെ എത്തുന്നത് വളരെ എളുപ്പമാണ്. ഒരിക്കൽ വെപ്പൺ ഗ്രേഡ് മെറ്റീരിയൽ ലഭിച്ചാൽ അതിൽ നിന്ന് ബോംബുണ്ടാക്കുന്നത് പിന്നെ വെറും സമയപ്രശ്നം മാത്രമാണ്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു 2015 അമേരിക്കയും ഇറാനും ചില യൂറോപ്യൻ രാജ്യങ്ങളുമായി ന്യൂക്ലിയർ ഡീൽ ഒപ്പുവെച്ചത്, അഥവാ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഈ കരാറിന്റെ നിബന്ധനകൾ ഇങ്ങനെയായിരുന്നു: ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് 3.67% ഒതുക്കണം, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ പരിശോധനയ്ക്ക് അനുവദിക്കണം, ചില ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അടച്ചുപൂട്ടണം. അതിനു പകരമായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നേരത്തെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഒഴിവാക്കും. എന്നാൽ പിന്നീട് 2018 പല അഭിപ്രായ വ്യത്യാസങ്ങളും കൊണ്ട് അമേരിക്ക തന്നെ ഈ കരാറിൽ നിന്നും പിന്മാറി. ഈയൊരു പ്രശ്നം തന്നെയാണ് ഇന്നും ഈ രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധം വരെ എത്തി നിൽക്കുന്നതിന്റെ അടിസ്ഥാനം. 2026 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി അമേരിക്കയും ഇറാനും ഈ ആണവ വിവാദത്തിന്റെ ഭാഗമായി പല ഡിപ്ലോമാറ്റിക് ചർച്ചകളും നടത്തുകയായിരുന്നു. പക്ഷേ എല്ലാം വലിയ ബ്രേക്ക് ത്രൂ ഒന്നുമില്ലാതെ തുടർന്നു പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ലോകം മുഴുവനും നോക്കി നിൽക്കുന്നത് ഈ യുദ്ധം എത്ര കാലം വരെ പോകും, അത് ബാക്കി രാജ്യങ്ങളെ അടക്കം എങ്ങനെയെല്ലാം ബാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ഇനിയും ഏറെ മനുഷ്യജീവനുകളെ നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് തന്നെ ഒതുങ്ങി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.